സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ. ഒരു കുടുംബം തകരാൻ പോകുന്നു. മോള് ഏതാ? ഇവരെ താലി കെട്ടിയ പൊണ്ടാട്ടി. പറഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ. അന്ത പൊണ്ണാണ് இந்த ആളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. ഉണ്മയെ சொல்றேங்க. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത് കെട്ടിയാണല്ലേ ഈ പെണ്ണിനെ? താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ണാൻ വന്നതാ? പോടാ അവിടുന്ന്. സ്വർണ്ണം നാളെ തരാന്ന് പറഞ്ഞില്ലേ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പൊള്ളാച്ചിന്ന് കെട്ടിയതാണെന്നോ? തല്ലിക്കോ, തല്ലിക്കൊന്നു തന്നെ. അച്ചൂട്ടൻ കാണിച്ച ഏതായാലും മോശമായി പോയി. അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ദാരികനായിട്ട് ഇവനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ? ഓ മോളെ, അവനെ വധിക്കണ്ട, വിട്ടേക്ക്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടന്റെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടോ ചോദിച്ചു നോക്ക്. അതായത് ഈ പിടിയും വലിയ ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. உங்க புள்ள எம்ஜிஆர் படம் மாதிரி டபுள் ரோல்னு நான் நினைக்கவே இல்ல. டேய், ஒரிജിനൽ എങ്ങടാ? ഞാൻ എടുത്തില്ല. പുരുഷൻ എങ്ങടാ? പൊള്ളാച്ചിലുണ്ടാവും. മോള് വിഷമിക്കണ്ട, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാലം വെച്ച് കയറിയുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും. എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അപ്പോണ്ണം തന്ന പണം എല്ലാം ബാഗിലുണ്ടല്ലോ. എന്നാ പിന്നെ മോള് വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. എവിടെ ഓടുന്നു? എടാ വന്നേ. അപ്പുവിനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ, വാടാ. വാങ്ങപ്പാ. മോള് ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂര് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല, ഇതേ ഉള്ളൂ.
இதான் மாமா பிறந்த நாளைக்கு கிஃப்டா தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்லாம் முடியட்டும். എടാ ഞാൻ ആ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിയെന്ന നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന, അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കുണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. ആ അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണോ? ചെല്ലുന്നുണ്ട് ഞാൻ. ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ച് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓ ദേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിന് വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലികെട്ട് കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമൊഴിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ. ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നില്ലേ ഞാൻ തേപ്പിക്കും. வேணாம் சார், காசு கொடுத்து ப்ராப்ளம் எல்லாம் சால்வ் பண்ணிட்டேன். சார், இந்த ஆளு நம்ம பொண்ணே பத்திரமா ஒரு லேடிஸ் ஹாஸ்டலில் தங்க வச்சிருக்கு. ഒരു പോറൽ പോലും വെളുക്കാതെ ശീഘ്രമായി ഇവൻ തിരുപ്പി കൊണ്ടുവരും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ. പോട്ടെ, സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കുറ്റം പറയരുത്. അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ മതി. എടാ കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്നെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നത്. ഉരിയില്ല തേൻമൊഴി, ഞാൻ താലി കെട്ടണ ഏൻ പൊണ്ടാട്ടി. എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ. അയ്യോ